ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളും പിന്നെ എൻ്റെ പൂക്കളെ പറ്റിയുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റവി ഉപ്പുമാവാണ് അതേ പാനാണ് കേട്ടോ, അതാണ് ഇങ്ങനെ വെള്ള കളറായി നിങ്ങൾ കാണുന്നത്. മുളകിടുക, പിന്നെ ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പൊടി പൊടിയായ ഇഞ്ചിയൊക്കെ അരിയണം. അപ്പോഴതിന് ശേഷം കറിവേപ്പില ഇടുക, പിന്നെ ചെറുതായി നുറുക്കിയ സവാള ഇടുക. ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 3 പച്ചമുളക് എന്നിവ ഇടുക. ഉള്ളിയൊക്കെ ഒരു 1/4 ഭാഗം വഴഞ്ഞു വരുമ്പോൾ നമ്മൾ പൊടി അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റൊക്കെ ചേർക്കുക. ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കുക. വെള്ളത്തിലേക്ക് ഉപ്പുമാവിന് ആവശ്യമായ ഉപ്പ് ചേർക്കുക. അതിനുശേഷം കുറച്ചൊരു നെയ്യ് ഇടുക. ഉപ്പുമാവിനൊക്കെ നല്ല സ്മെല്ലും മണമൊക്കെ കിട്ടുവാൻ വേണ്ടി നെയ്യൊക്കെ ആഡ് ചെയ്യണം. പിന്നെ റവയൊക്കെ വറുത്ത റവയാണൊക്കെ ഞാൻ വാങ്ങിയിരിക്കുന്നത്. റവ ഇതിലോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഉപ്മാവ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്മാവൊക്കെ റെഡിയായി കഴിഞ്ഞിരുന്നു. ഞാനിതിൽ തേങ്ങ ചേർത്തില്ല, തേങ്ങ ചേർക്കുന്നവർക്ക് ചേർക്കാം കേട്ടോ. ഉപ്മാവ് റെഡിയായി കഴിഞ്ഞിരുന്നു. പഴം കൂട്ടിയാണ് ഇത് നമ്മൾ കഴിക്കുന്നത്. കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഉപ്മാവൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ മുറ്റത്തോട്ട് ഇറങ്ങി. മുറ്റത്ത് നമ്മുടെ മീനിനൊക്കെ ഭക്ഷണം കൊടുക്കണമായിരുന്നു. അതായത് നമ്മുടെ ലോട്ടസ് പ്ലാന്റിലുള്ള വെള്ളത്തിലാണ് കേട്ടോ മീൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കൊതുകൊന്നും ഉണ്ടാവില്ല. നല്ല രസമാണ് കേട്ടോ മീനിൻ്റെ കളികളൊക്കെ കാണുവാൻ. അപ്പോൾ മീനിനൊക്കെ ഭക്ഷണം കൊടുത്തു. അതിനുശേഷം ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നല്ലോ. അപ്പോഴേ ഞാൻ എഗ്ലോണിമയൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ നല്ല മഴയൊക്കെ കിട്ടി. അതിനുശേഷം നമ്മുടെ എപ്പീഷ്യ ഉണ്ടല്ലോ, നന്നായിട്ട് പൂക്കളൊക്കെ നല്ല ബുഷിയായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് തോട്ടവാഴ എന്നാണ് കേട്ടോ കണ്ണൂർ സൈഡിലൊക്കെ പറയുന്നത്. ഇത് നാടൻ റോസാണ് കേട്ടോ. 3-4 പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അതിനടുത്ത് തന്നെ നമ്മുടെ വെള്ള കമൽ റോസ് ഉണ്ടായിട്ടുണ്ട്. യെല്ലോ കളർ റോസ്, പിന്നെ നമ്മുടെ ബൊഗെയിൻ വില്ല കണ്ടോ, നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു ഫേണാണ്. ഇത് ഇപ്പം ഞാൻ സീറ്റ് ഔട്ടിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഫൈക്കസ് പ്ലാന്റ് ഉണ്ട്, നമ്മുടെ സീറ്റ് ഔട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 3 വർഷം പഴകിയ പ്ലാന്റാണ് കേട്ടോ പോട്ടിലൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലക്കി ബാമ്പു ഉണ്ടല്ലോ, നല്ല ഹൈറ്റിലൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ എഗ്ലോണിമയൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, ചെടികളും പ്ലാന്റുകളൊക്കെ സിറ്റ് ഔട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കും. വേറെ പ്ലാന്റൊക്കെ വെച്ച് കൊടുക്കും. ഇപ്പോഴും ഈ പ്ലാന്റ്സാണ് ഇപ്പോൾ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ 8 മണി പൂക്കളൊക്കെ നിറയെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. മഞ്ഞ കളറ്, റെഡ് കളറ്, പിന്നെ ഒരു പിങ്ക് കളർ, ഈ 3 ഷെയ്ഡിലാണ് ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഹൈഡ്രേഞ്ചൊക്കെ നല്ല തിക്കായിട്ടും വളരുന്നുണ്ട്. മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പൂവൊക്കെ വരാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ എന്നും കാണിക്കാറുള്ള ബൊഗെയിൻ വില്ലാസാണ്. ബൊഗെയിൻ വില്ലാസൊക്കെ നിറയെ പൂത്തിട്ടുണ്ട്. ലോണൊക്കെ നല്ല പച്ചയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെലസ്റ്റോമ വയലറ്റ് കളറും ഉണ്ട്, വൈറ്റ് കളറും ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ വയലറ്റ് കളറും വൈറ്റ് കളറും. പിന്നെ 2-3 ഷെയ്ഡിലൊക്കെ ഉണ്ട്. പിന്നെ അതിനടുത്ത് തന്നെ കനകാമരമൊക്കെ ഉണ്ട്. കനകാമരമൊക്കെ നിറയെ പൂത്ത് കിടക്കുന്നുണ്ട്. വെള്ള മെലസ്റ്റോമ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വെള്ള മെലസ്റ്റോമ. നല്ല ഭംഗിയാണ്, എപ്പോഴും പൂത്തൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അതിനടുത്ത് തന്നെ നമ്മുടെ ലാൻറ്റാനി ഉണ്ടല്ലോ, പിങ്ക് കളർ ലാൻറ്റാനിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, നിറയെ പൂത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബട്ടൺ റോസ്, അതായത് പിങ്ക് കളർ ബട്ടൺ റോസ്, തെച്ചിപ്പൂ, പിന്നെ നമ്മുടെ വിങ്ക റോസ്, 2 കളർ വിങ്കയുണ്ട് ഇപ്പോൾ, വയലറ്റും പിന്നെ നല്ല പിങ്ക് കളർ. ഇതൊക്കെ നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ വെറുതെ വെച്ച് കൊടുത്തതാണ്, പോപ്പിയും പിന്നെ ഈ ചെടികളൊക്കെ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ, പൂക്കളെയും ചെടികളും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ. എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്